നമസ്കാരം. ലൈഫ് സ്നിപ്പേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷ പുരോഗമിക്കുകയാണ്. 40 മത്സരാർത്ഥികളുമായി തുടങ്ങിയ അഗ്നി പരീക്ഷയിൽ 20 പേർ പുറത്തായി കഴിഞ്ഞു. 3 സാധാരണക്കാർക്ക് മാത്രമേ ബിഗ് ബോസ് സീസൺ 8 പ്രവേശനം ഉള്ളൂ. അത് ആരൊക്കെയാവുമെന്നത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഫാൻ പേജിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അഗ്നി പരീക്ഷയിലെ ജഡ്ജസിന്റെ ശമ്പളത്തെക്കുറിച്ചാണ്. അഗ്നി പരീക്ഷയുടെ അവതാരകരായ റനീഷ റഹ്മാന് ഏഷ്യാനെറ്റ് നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് 24,000 രൂപയാണ്. 24,000 രൂപ എന്നത് ഒരു ദിവസത്തെ പ്രതിഫലം മാത്രമാണ്. റനീഷയുടെ സ്റ്റാർ വാല്യൂ നോക്കിയാണ് ഈ പ്രതിഫലം ഏഷ്യാനെറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് രഞ്ജിനി ഹരിദാസ് ആണ്. രഞ്ജിനി ഹരിദാസിന് അഗ്നി പരീക്ഷയിലെ ജഡ്ജായി വർക്ക് ചെയ്യുന്നതിന് ഏഷ്യാനെറ്റ് നൽകുന്ന പ്രതിദിന ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപയാണ്. റനീഷയേക്കാൾ ഏതാണ്ട് ഇരട്ടി തുക പ്രതിഫലം ലഭിക്കുന്ന ആളാണ് രഞ്ജിനി ഹരിദാസ്. അടുത്തത് റിയാസ് സലീം. റിയാസിന്റെ സ്റ്റാർ വാല്യൂ അല്പം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. എന്നിരുന്നാലും ഒരു ഗെയിം ചേഞ്ചർ എന്ന രീതിയിലായിരിക്കും ഏഷ്യാനെറ്റ് റിയാസിനെ പരിഗണിച്ചിട്ടുള്ളത്. റിയാസിന് ഏഷ്യാനെറ്റ് നൽകുന്ന പ്രതിദിന ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 38,000 രൂപയാണ്. അടുത്തതായി ജഡ്ജസ്മാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് സീസൺ 4 വിജയി അഖിൽ മാരാർക്കാണ്. സീസൺ 4 വിജയി ആയതുകൊണ്ടും അഖിൽ മാരാരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർ വാല്യൂ ഒക്കെ കണക്കിലെടുത്ത് ആവണം ഏഷ്യാനെറ്റ് ഇദ്ദേഹത്തിന് പ്രതിദിനം 58,000 രൂപ ശമ്പളമായി നൽകുന്നത്. മറ്റ് ജഡ്ജസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അഖിൽ മാരാർക്ക് തന്നെയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും പുതിയ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.